Yeah, success. I found it. Thank you, God. Yeah, I found it. Thank you, God. ദൈവമേ ഭാഗ്യം. 2 കൊല്ലേ ഉറക്കൊളക്കാൻ തുടങ്ങിയിട്ട് ഇന്നെങ്കിലും അവസാനിച്ചല്ല. ഓരോ വിജയത്തിന്റെ പിന്നിലും ഇതുപോലെ ഒരു കഠിനാധ്വാനം ഉണ്ടോ? അത് ശരിയാണ്. സാറിന് മിനിറ്റിന് കട്ടൻ ചായ ഉണ്ടാക്കിയതിൽ ഒരു കഠിനാധ്വാനമാണേ. ഇനിയെങ്കിലും പറ സാറേ, എന്ത് സാധനമാണ് കണ്ടുപിടിച്ചത്? പറയാം. ശരീര വളർച്ചയെ വളരെ വേഗത്തിലാക്കാൻ കഴിയുന്ന ഒരു മരുന്ന്. എന്നുവെച്ചാ ഈ മരുന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു ജീവി ഏതാനും മണിക്കൂറിനുള്ളിൽ അതിന്റെ തടിയും തൂക്കവും ഉയരവും 10 ഇരട്ടി വർദ്ധിക്കും. ഉദാഹരണത്തിന് ഒരു എലി, അത് 1 മണിക്കൂർ കൊണ്ട് ഒരു മുയലിന്റെ സൈസ് വരെ ആവും. സാർ ഞാൻ പറഞ്ഞ ആർക്കും കൊടുക്കണ്ട, എനിക്കാ. ഇങ്ങോട്ട് സാറിന് 100 പുണ്യം കിട്ടും. കൊറേ കാലം എന്റെ ആഗ്രഹം ഒരു ഫയൽമാൻ ആവണമെന്ന്. പോയാ ഞാൻ പോയിട്ട് വരാം ബാലമണി. ഞാനൊരു കാര്യം പറയാം, ഇനിയെങ്കിലും കുറച്ചു ദിവസത്തേക്കൊന്ന് ഫ്രീ ആവണം. അറിയാം ബാലമണി, എനിക്കെല്ലാം അറിയാം. മനഃപൂർവ്വം അല്ലല്ലോ. ഒരു റിസർച്ച് അതങ്ങ് തുടങ്ങി വെച്ചാ പിന്നെ ഊണും ഉറക്കവും ഇല്ലാതെ ഞാൻ അതിലങ്ങ് മുഴുകിപ്പോകും. മറ്റൊരു ചിന്തയും മനസ്സിലുണ്ടാവില്ല, ഒരു തരം ആവേശം. നിനക്കറിയാമല്ലോ. ഞാനും മോളിവിടെ ഉണ്ടേ, എല്ലാറ്റിലും വലുതാണല്ലോ റിസർച്ച്. വേണം കണ്ട, ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ ഒരു 5-6 മാസം നിനക്കും മോൾക്കും വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുക. ഞാൻ തീരുമാനിച്ചു. സാറേ അവിടെ പത്രസമ്മേളനത്തിന് ആൾക്കാരൊക്കെ കാത്തിരിക്കുക. റെഡി. നീ പോയി ആ ലാബിനെ ആ റിപ്പോർട്ട്സും മരുന്നും ഒക്കെ എടുത്തോണ്ട് വാ. ഓക്കെ സാർ. സാറിന് ഒരു വിവരമില്ല, ഇത് മുഴുവൻ ഇംഗ്ലീഷിലാ. ഈ മരുന്ന് തന്നെ പിടിച്ചൊരു ബുദ്ധി മാത്രം അങ്ങനെ ഉള്ളൂ. പരിശ്രമം മുഴുവൻ എന്റേതാ. 2 കൊല്ലമോ ഉറക്കോളിച്ച് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തത്. എനിക്ക് ഇവനെ കഴിച്ച് തടി വെച്ചിട്ട് വേണം ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ. ദൈവമേ രക്ഷിക്കണേ. ഇതെന്താണാവോ? ഈ സൾഫൂരിക് ആസിഡ് എങ്ങനെയോ ഒന്ന് ശരിയായ മതിയായിരുന്നു. ഇതെന്താണാവോ ദൈവത്തിനറിയാം. ദൈവമേ എങ്ങനെയോ ഒന്ന് ശരിയായ മതിയായിരുന്നു. സക്സസ്. കളറൊത്തു. ഇത് ഗുണം എന്താണാവോ? ഹലോ. നീണ്ട് 2 വർഷത്തെ എന്റെ പരിശ്രമ ഫലം, ഞാൻ കണ്ടുപിടിച്ച ഒരു പുതിയ മരുന്ന്. അത് നിങ്ങളറിയാൻ, നിങ്ങളുടെ ജനങ്ങൾ അറിയാൻ, അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ആ മരുന്ന് എന്താണെന്നല്ലേ? I will show you one demonstration. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഇതൊക്കെ സംഭവിച്ചു. ഓ വാണിഷ്, സാർ അദൃശ്യതയ്ക്കുള്ള മരുന്നല്ലേ അദ്ദേഹം കണ്ടുപിടിച്ചത്? അതെ, അത് തന്നെ. അദ്ദേഹം ഇപ്പൊ എങ്ങോട്ടാണോ പോയത്? കണ്ട, ഇതാണ് സാറ്, എളിമയുടെ പര്യായം. ഇത്രയും വലിയ മരുന്ന് കണ്ടുപിടിച്ചിട്ട് വല്ല ഗമേണ്ട, പോണ പോക്ക് കണ്ട. അദൃശ്യതയ്ക്കുള്ള മരുന്ന് തന്നെ അല്ലേ അത്? എന്താ സംശയം? അദ്ദേഹമായിട്ടൊരു ഇന്റർവ്യൂ. അതൊക്കെ പിന്നെ. ഓ. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ഏ? ആ? ഏ? 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 ഈ എലി അപ്രത്യക്ഷമായില്ലേ? ദൈവമേ, കൊളാവൂല്ലോ. വാർത്തകൾ വിശദമായി. നെഹ്റു റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ രാമലിംഗത്തിന് അദൃശ്യത സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇന്നുകാലത്ത് ശാസ്ത്രജ്ഞരും മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുൻപിൽ അദ്ദേഹം ഇത് വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൂടുതൽ വിശദീകരണം നൽകാതെ അദ്ദേഹം സദസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയാണുണ്ടായത്. നോ, ഇത് തെറ്റാണ്, തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നോ, എന്താ എന്തൊക്കെ ഈ പറയുന്നേ? ഈ ന്യൂസ് അത് തെറ്റാണ്. എന്റെ കണ്ടുപിടുത്തം ഇതൊന്നും ആയിരുന്നില്ല. അദൃശ്യതയ്ക്കുള്ള ഒരു മരുന്ന് പോലും ഇമ്പോസിബിൾ. ഇത് തെറ്റാണ്. ഈ തെറ്റിദ്ധാരണ എനിക്ക് മാറ്റാം. എനിക്കിത് ലോകത്തെ അറിയിക്കണം. എന്റെ ഈശ്വര, എന്റെ ഈശ്വര, എത്ര പറഞ്ഞാലും ഈ കുട്ടിക്ക് മനസ്സിലാവില്ലെന്നുണ്ടോ? എന്താ മോളെ ഈ കാണിക്കുന്നത്? അയൽപക്കത്ത് ആളുകൾ താമസിക്കുന്നല്ലേ? ടിവിയിൽ കളിക്കരുതെന്ന് നിന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ? ചെല്ലേ, മോള് പോയി പഠിക്കും. ശരി മമ്മി. തിരുവനന്തപുരം നെഹ്റു റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞർ പ്രൊഫസർ രാമലിംഗത്തെയും കുടുംബത്തെയും അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി. ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിന് പുറകിൽ തമിഴ്നാട്ടിലെ ഒരു അധോലോക സംഘത്തിന് കൈയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. வணக்கம் ராமலிங்கம், இது நம்முடைய முதல் சந்திப்பு. எப்படி இடம்லாம் வசதியா இருக்கா? ஒரு ஸ்மால் கழிக்காம். What do you want? Tell me. ஏய், சாருக்கு ஒண்ணுமே சொல்லலையா? சொல்லிருக்கு சார். அப்ப ஒண்ணுமே தெரியாத மாதிரி நடிக்கிற. அப்படின்னா ஒரு வாட்டி கூட சொல்றேன்.